Organizational design. Organizational design is the overall configuration of structural components that defines jobs, grouping of jobs, hierarchy, pattern of authority, and approaches to coordination and line staff differentiation into a single and unified organizational system. Consider, for example, the differences in organizational design that might exist between a computer manufacturer and a university, since the computer manufacturer has to respond to frequent technological breakthroughs and changes in its competitive environment. It is likely to have a relatively flat and decentralized design, where the university has more stable environment and is less affected by technology. Therefore, it has more centralized structure with numerous rules and regulations. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ സ്ട്രക്ചറൽ കോമ്പണൻസിനാണ് നമ്മൾ ഓർഗനൈസേഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ജോബ് എങ്ങനെയാണ് ആ ജോബിനെ ഡിഫൈൻ ചെയ്യാം. ദെൻ ഓരോ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ജോബ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് ഹയറാർക്കി പാറ്റേൺ, ലൈൻ അതോറിറ്റി, സ്റ്റാഫ് അതോറിറ്റി, ഈ ഹയറാർക്കി പാറ്റേൺ, അതുപോലെ അവിടുത്തെ എങ്ങനെയാണ് ഇതെല്ലാ വർക്കുകളും കോർഡിനേറ്റ് ചെയ്യുന്നത്, ലൈൻ സ്റ്റാഫ് ഡിഫറൻസിയേഷൻ എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തം സ്ട്രക്ചറിൻ്റെ തന്നെയാണ് നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഡിസൈനിൽ ഇവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചറർ ഓർഗനൈസേഷനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ മാനുഫാക്ചറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചസ് ഉണ്ടാവും. കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് ആ ടെക്നോളജി അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. Determinants of organizational design. The key situational determinants of organizational design are technology, organizational environment, organizational size and life cycle. ഒരു ഓർഗനൈസേഷൻ ഡിസൈനിൻ്റെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, കീ സിറ്റുവേഷണൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ടെക്നോളജി, ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ്, ഓർഗനൈസേഷൻ സൈസും അതിൻ്റെ ലൈഫ് സൈക്കിളാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Technology is a set of processes that an organization uses to transform various resources such as material, labor into products or services. John Woodward as the first person to see the link between technology and organizational design. In particular, Woodward defined three basic types of technology. In unit or small batch technology, products are manufactured according to customer specification in small quantities. Examples are printing press and studios. In large batch or mass production technology, products are manufactured in assembly line fashion by combining component parts to create finished goods. Examples are home appliances, automobile and computer manufacturers. In continuous process technology, products are transformed from raw material into finished goods through a series of machine transformation that change the composition of material themselves. Examples are petroleum refineries, food processes and chemical manufacturers. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് പ്രോസസ്സസ് ആണ്. ആ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് തന്നെയാണ്, പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. ജോൺ വുഡ്വേർഡ് ടെക്നോളജീനെ, ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നത് സ്മോൾ ബാച്ച് ടെക്നോളജിയാണ്. സ്മോൾ ബാച്ച് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് സ്മോൾ ബാച്ച് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രിൻറ്റിംഗ് പ്രസ് അല്ലെ സ്റ്റുഡിയോ, അവിടെയൊക്കെ എന്ന് പറയുന്നത് കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഐറ്റം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലാർജ് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ടെക്നോളജി ആവുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ലാർജ് പ്രൊഡക്ഷൻ അവിടെ, ഒരു സീരീസ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നതിനാണ് മാസ് പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ഫാഷൻ ലൈൻ, ഒരു
ഫിനിഷ്ഡ് ഗുഡ്സ്, സീരീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ ഉണ്ടാവും. അതിനാണ് എക്സാമ്പിൾസ് ആണ് ഹോം അപ്ലയൻസസ്, കമ്പ്യൂട്ടർ മാനുഫാക്ചേഴ്സ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടെക്നോളജി ആവുന്ന സമയത്ത്, റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്ന സമയത്ത് ഒരുപാട് കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഒരുപാട് ചേഞ്ചസും ഉണ്ടാവും. ഇങ്ങനെയുള്ള ടെക്നോളജീനെയാണ് കണ്ടിന്യൂസ് പ്രോസസ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് പ്രോസസ്സ് നടക്കുന്ന ടെക്നോളജി. അതിന് എക്സാമ്പിൾസ് ആണ് പെട്രോളിയം റിഫൈനറീസ്, ഫുഡ് പ്രോസസ്സ്, കെമിക്കൽ മാനുഫാക്ചേഴ്സ്. ഇവിടെയൊക്കെ കണ്ടിന്യൂസ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ടെക്നോളജി കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് ഫാക്ടറാണ് എൻവയോൺമെൻറ്റ്. The environment also influences the type of design or organization is likely to adopt. The environment of an organization consists of all factors and conditions outside the organization that might affect it, which include customers, shareholders, competitors, legislatures and regulatory agencies. Economic factors, which include interest rates, unemployment rate, finance, objects, which include building, machine, events, which include electronics, war, flood, etc. അതായത് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷന് ഔട്ട്സൈഡിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ഓർഗനൈസേഷൻ്റെ കൺട്രോളിലല്ല ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വരുന്നത്. അതായത് കസ്റ്റമേഴ്സ് ആവാം, ഷെയർ ഹോൾഡേഴ്സ് ആവാം, പിന്നെ ലോയിൽ ചേഞ്ച് വരുന്നതാകാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആകാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലാണ് എംപ്ലോയ്മെൻറ്റ് റേറ്റ്. ഇതെല്ലാം തന്നെ ഓർഗനൈസേഷൻ ഡിസൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി സൈസ് ആവാം, ഇനി അല്ലെങ്കിൽ ഒരു ഫ്ലഡ് വരിക, അല്ലെങ്കിൽ ഒരു വാർ വരിക, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം എൻവയോൺമെൻറ്റിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷണൽ സൈസ് ആൻഡ് ലൈഫ് സൈക്കിൾ. Organization size refers to how large the organization is, usually in terms the number of its full-time employees. സൈസ് എന്ന് പറയുന്ന സമയത്ത് എത്ര വലുതാണ് ഓർഗനൈസേഷൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സൈസ് എന്ന് പറയുന്നത്. അതായത് എത്ര എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ബേസിലാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ സൈസ് എടുക്കുന്നത്. അതായത് എത്ര ഫുൾ ടൈം എംപ്ലോയീസ് ഉണ്ടെന്നുള്ളതിൻ്റെ ബേസിൽ. നെക്സ്റ്റ് life cycle refers to organization maturity relate to that of other organization. അതായത് ഏത് സ്റ്റേജിലുള്ള ഓർഗനൈസേഷനാണ്, പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണോ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണോ, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡിക്ലൈൻ, ഇതിൽ ഏത് സ്റ്റേജിലാണ് ഈ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഓർഗനൈസേഷൻ ഡിസൈൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Organizational change simply refers to alteration in the existing condition of an organization. Even in the most stable organization, change is necessary to maintain stability. The economic and social environment is so dynamic that without adapting to such change, even the most successful organization cannot survive in the changed environment. Therefore, management must continuously monitor the outside environment and be sufficiently innovative and creative to implement these changes effectively. Organizations encounter different forces for change. These forces come from external and internal source of organization. ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, ഓർഗനൈസേഷൻ കണ്ടീഷൻ ഓൾട്ടർ ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ആ ഓർഗനൈസേഷന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ചേഞ്ച് ചെയ്യുന്ന കാരണം എന്താ വെച്ചാൽ നമ്മുടെ എക്കണോമിക് എൻവയോൺമെൻറ്റും സോഷ്യൽ എൻവയോൺമെൻറ്റും ഒക്കെ ഡൈനാമിക് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാതെ ഒരു ഓർഗനൈസേഷനും ലോങ് റണ്ണിൽ റൺ ചെയ്യാൻ പറ്റില്ല, ലോങ് ടേമിൽ റൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെയാണ് ഈ എൻവയോൺമെൻറ്റ്, അവിടെ എന്തൊക്കെ പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ്റെ ചേഞ്ചിന് രണ്ട് സോഴ്സുകളുണ്ട്. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ചേഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ചേഞ്ചും ഉണ്ട്. അതെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. External forces for change originate outside an organization.
ഒരു എക്സ്റ്റേണൽ ഫോഴ്സസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് അത് അറൈസ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പുറത്താണ്. ദർ ആർ 4 key external forces for change. First one, demographic characteristics. These include age, education, skill, level, gender of employees. Organization need to effectively manage these characteristics in order to receive maximum contribution and commitment from their employees. കീ എക്സ്റ്റേണൽ ഫോഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എംപ്ലോയീസിൻ്റെ ഏജ്, എഡ്യൂക്കേഷൻ, സ്കില്ല്, ഇതെല്ലാം ഒരു ഓർഗനൈസേഷൻ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. കാരണം നല്ല സ്കില്ലുള്ള, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഓർഗനൈസേഷനിൽ നിന്ന് അവരുടെ സൈഡിൽ മാക്സിമം കോൺട്രിബ്യൂഷൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. Both manufacturing and service organizations are increasingly using technology as a means to improve productivity and market competitiveness. അതായത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ സർവീസ് ഓർഗനൈസേഷൻസും അവരുടെ പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മാർക്കറ്റിലെ കോമ്പറ്റീഷൻസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഒരുപാട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ചേഞ്ചിനുള്ള ഒരു കീ എക്സ്റ്റേണൽ ഫാക്ടറാണ്. നെക്സ്റ്റ്, മാർക്കറ്റ് ചേഞ്ചസ്. ദി എമർജൻസ് ഓഫ് ഗ്ലോബൽ എക്കണോമി ഈസ് ഫോഴ്സിങ് ഇന്ത്യൻ ഓർഗനൈസേഷൻസ് ടു ചേഞ്ച് ഇൻ ദി വേ ദേ ഡു ബിസിനസ്. ഓർഗനൈസേഷൻ ആർ എൻ്ററിങ് ഇൻ ടു ന്യൂ പാർട്ട്ണർഷിപ്പ് വിത്ത് ദെയർ സപ്ലയേഴ്സ് ഇൻ ഓർഡർ ടു ഡെലിവർ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് ലോവർ പ്രൈസസ്. അതായത് മാർക്കറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഗ്ലോബൽ എക്കണോമി, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ പ്രോഡക്ട്സുകളും അതുപോലെ തന്നെ സർവീസസും ഒക്കെയാണ് നമുക്ക് കോമ്പറ്റീഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ പുതിയ ബിസിനസ്സിലൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് നന്നായി പോകണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് ലോവർ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യാനും പറ്റണം. നെക്സ്റ്റ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രഷേഴ്സ്. ദീസ് ഫോഴ്സസ് ആർ ക്രിയേറ്റഡ് ബൈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്. പേഴ്സണൽ വാല്യൂസ് അഫക്റ്റ് എംപ്ലോയീസ് നീഡ്സ്, പ്രയോറിറ്റീസ് ആൻഡ് മോട്ടിവേഷൻ. Therefore, managers need to adjust their managerial style according to changing employee values. Political events also create substantial change in organization. Although it is difficult for organization to predict change in political forces, many organizations hire lobbyists and consultants to help them detect and respond to social and political changes. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രഷേഴ്സും നമ്മൾ ചേഞ്ചിന് ഫോഴ്സ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ്. എംപ്ലോയീസിൻ്റെ പേഴ്സണൽ വാല്യൂ, പ്രയോറിറ്റി, മോട്ടിവേഷൻ, ഇതൊക്കെ തന്നെ അനുസരിച്ചിട്ട് മാനേജേഴ്സ് മോട്ടിവേഷൻ സ്റ്റൈലോ അല്ലെങ്കിൽ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഒരു ഓർഗനൈസേഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷന് പൊളിറ്റിക്കൽ ഫോഴ്സസ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു പൊളിറ്റിക്കലായിട്ടുണ്ടാകുന്ന ചേഞ്ചുകളൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിനെ റൂളുകൾ, റെഗുലേഷൻസ് ഒക്കെ തന്നെ വർക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. Internal forces from change come from inside the organization. This may come from both the human resource problems and managerial behavior. ഇന്റേണൽ സോഴ്സാണ്. ഇന്റേണൽ സോഴ്സ് ഓഫ് പ്രോബ്ലം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലം, അതുപോലെ തന്നെ മാനേജറിയൽ ബിഹേവിയറൽ പ്രോബ്ലം. ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലം, these problems stem from employee perception about their work environment and conflict between an employee and organization needs. Organization might respond to these problems by using the various approaches to job design, by implementing realistic job reviews, and by reducing employees' role conflict, stress, work overload, and ambiguity. ഈ ഹ്യൂമൻ റിലേഷൻ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത് എംപ്ലോയിക്ക് വർക്ക് എൻവയോൺമെൻറ്റുമായിട്ടുള്ള പെർസെപ്ഷൻ്റെ ബേസിലാണ്.
അതുപോലെ തന്നെ എംപ്ലോയിൻ്റെ പെർസെപ്ഷൻ അനുസരിച്ചിട്ടല്ല ആ വർക്ക് എൻവയോൺമെൻറ്റ്. അവിടെ എംപ്ലോയറും എംപ്ലോയും തമ്മിൽ കോൺഫ്ലിക്റ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. റോൾ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സ്ട്രെസ്സ്, വർക്ക് ആംബിഗ്യൂറ്റി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ ഹ്യൂമൻ റിസോഴ്സ് പ്രോബ്ലം ഉണ്ടാവും. മാനേജീരിയൽ ബിഹേവിയർ. എക്സസീവ് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ managers and their subordinates is a sign of implementing an immediate change. Inappropriate leader behavior such as inadequate direction and support are the cause of conflict between managers and subordinates. Next വരുന്നത് മാനേജേഴ്സും അവരുടെ സബോർഡിനേറ്റ്സും തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അവർ തമ്മിൽ മാനേജേഴ്സിൻ്റെ ഡയറക്ഷൻസൊക്കെ ഇൻഅഡ്വക്കേറ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ് മാനേജേഴ്സ് കൊടുക്കുന്നത്. മാനേജേഴ്സും വർക്കേഴ്സിന് അഡ്വക്കേറ്റ് സപ്പോർട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് മാനേജീരിയൽ ബിഹേവിയർ പ്രോബ്ലം. ഇറ്റ്സ് ആൻ ഇൻറ്റേർണൽ പ്രോബ്ലം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, nature of change. Organization introduce change through people. Unless people are willing to accept the need and responsibility for organizational change, intended change can never be translated into reality. In addition, individuals have to learn to adapt their attitude and behavioral pattern to constantly changing environments. Management of change involves both individual and organizational change. Individual change is a behavioral change which is determined by individual characteristics of members such as their knowledge, attitude, belief, needs, expectation and skills. It is possible to bring about a total change in an organization by changing behavior of individual members through participative and educative strategies. Although the degree of difficulty involved in the change and time taken to bring about the change will depend on the target change. The attitude towards change are largely depend on the nature of the situation and the manner in which changes are initiated and executed. Changing the individual behavior is more time consuming and a difficult task. The linkage between attitude and behavior is not direct, and therefore changing behavior is more difficult than changing attitude. One's attitude does not necessarily get reflected in one's behavior. For example, we know that honesty is best policy and we have favorable attitude towards people who are honest, but in certain situation we may still act in a less honest way. ഇതാണ് ഓർഗനൈസേഷണൽ ചേഞ്ചിൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് വരുന്ന നാച്ചറോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച് ആണ് പറയുന്നത്. ഓർഗനൈസേഷൻ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പീപ്പിളിലൂടെയാണ്. ഈ ആളുകൾ, അതായത് പീപ്പിൾ മീൻസ് ദ പേഴ്സൺസ് വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ. ഈ ആളുകൾ ചേഞ്ച് ഏറ്റെടുക്കാൻ വില്ലിങ് ആവണം. അവർക്ക് അങ്ങനെ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നെക്സ്റ്റ്, ഒരു ഓർഗനൈസേഷൻ ചേഞ്ചിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സമയത്ത് ഇൻഡിവിജ്വൽ ചേഞ്ചും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ചേഞ്ചും ഉണ്ട്. ഇൻഡിവിജ്വൽ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് ചേഞ്ച് ഇൻ ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വലാണ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വരുന്ന സമയത്ത് ആസ് ആൻ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് പുതിയ അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യിക്കുന്നതാകാം, അതല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡിലുള്ള ചേഞ്ച് ആകും, ബിലീഫിൽ, അതുപോലെ ഇങ്ങനെ സ്കില്ല്, ഇതിലുള്ള ടോട്ടൽ ചേഞ്ചാണ്. ഇനി ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് ഓർഗനൈസേഷൻ്റെ ഓവറോൾ ചേഞ്ചിനെ നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വരുന്ന ഒരു ചേഞ്ചിനാണ് നമ്മൾ ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചേഞ്ചിനോടുള്ള ആറ്റിറ്റ്യൂഡ്
സിറ്റുവേഷൻ ബേസിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏത് സിറ്റുവേഷനിലാണ് ആ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് ടാസ്ക്കാണ്. ഒരു ബിഹേവിയറും ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാ സമയത്തും ദർസ് നോട്ട് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരിക്കലും ഒരാളുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയറിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. ഇതൊക്കെ എല്ലാമാണ് ചേഞ്ചിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പീപ്പിളിലാണ് വില്ലിങ്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ വില്ലിങ് ആവണം. പിന്നെ ഓർഗനൈസേഷൻ ചേഞ്ച് വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ ചേഞ്ചും വരുന്നുണ്ട്. പിന്നെ ചേഞ്ചിന് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പിന്നെ സിറ്റുവേഷൻ ബേസിലാണ് ഈ ചേഞ്ചുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ചേഞ്ചിൻ്റെ നാച്ചർ ഓഫ് വരുന്നത്. നെക്സ്റ്റ്,